ഹലോ, അജോമി സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് എൻ്റെ ചെറിയ വലിയ കുടുംബം. എൻ്റെ ഹസ്ബൻഡ്, കുഞ്ഞുങ്ങൾ 3 പേരും, സാറ, നോറ, റൂഫസ്. ഇത് മമ്മി. പിന്നെ പപ്പ ദാ വരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് നല്ല കാലാവസ്ഥയാണ്, കുഞ്ഞുങ്ങൾക്ക് അവധിയാണ്. അപ്പോൾ വിചാരിച്ചു കുഞ്ഞുങ്ങളെയും കൂട്ടി ഒരു ട്രിപ്പ് പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ കോന്നി സ്ഥിതി ചെയ്യുന്ന കുട്ടവഞ്ചിയിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. കോന്നിയിലുള്ള കുട്ടവഞ്ചിയിലേക്ക് ഓൾറെഡി പോയതാണ് അവിടെ ഒരു പ്രാവശ്യം. ഒന്നും കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. മമ്മിയും പപ്പായുടെയും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ യാത്ര തിരിച്ചു. രാവിലെ ഒരു 10 മണി 11 മണി ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. നല്ല കാലാവസ്ഥയാണ്, മഴയൊന്നുമില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇടവിടാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കോന്നി ടൗണ്. കോന്നി ടൗൺ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പം കോന്നിയിലെ പാലമുണ്ട്. ആ പാലമൊക്കെ കടന്ന് മുന്നോട്ട് പോകും. കോന്നി പാലം കഴിയുമ്പോഴത്തേക്ക് കാട് തുടങ്ങുകയായി. ഇനി കാട്ടിനകത്തൂടെയുള്ള യാത്രയാണ് കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് സെയിം. നല്ല ശുദ്ധവായു ശ്വസിക്കാൻ പറ്റിയ നല്ല ഇടതൂർന്ന കാട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ നല്ല വീഡിയോസ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പോകുന്ന വഴി തന്നെ നല്ല പർവ്വത നിരകൾ കാണാൻ സാധിക്കും. പിന്നെ നദി ഒഴുകുന്നതും കാണാം നമുക്ക്. അങ്ങനെ അടവി കുട്ടവഞ്ചി സവാരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുള്ള ബോർഡ് നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ എത്തിപ്പോയി. അവിടെ നമ്മുടെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. 600 രൂപയായിരുന്നു നമ്മളുടെ ഒരു കുട്ടവഞ്ചിക്കുള്ള പ്രൈസ് അവർ എടുത്തത്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ടിക്കറ്റിന് ഞാൻ പറഞ്ഞില്ലേ 600 രൂപയായിരുന്നു ഒരു കൊട്ടവഞ്ചിയുടെ പ്രൈസ് അവർ ഈടാക്കിയത്. അതിൻ്റെ ഇടത് സൈഡിൽ തന്നെ അത്യാവശ്യം വലിയൊരു ഗാർഡൻ ഉണ്ട്. അവിടെ നമുക്ക് ഇരിക്കാനും എന്താ പറയുക, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാനും ഒക്കെയുള്ള സ്ഥലമുണ്ട്. മുന്നോട്ട് പോകുമ്പം ഒരു ഊഞ്ഞാൽ അവർ കെട്ടിയിട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ എല്ലാവരും തന്നെ അവസ്ഥയിലിരുന്ന് കുറച്ച് നേരം അവിടെയും നമ്മൾ സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് കുട്ടവഞ്ചിയുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെ അവർ നമ്മളുടെ ടിക്കറ്റ് നോക്കിയിട്ട് നമുക്ക് വേണ്ട ജാക്കറ്റുകൾ അവർ പ്രൊവൈഡ് ചെയ്യും. അത് നമ്മൾ ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് ഏതാണോ നമുക്ക് വരുന്ന ഗൈഡ്, അതിനനുസരിച്ച് അവർ നമ്മളെ അറേഞ്ച് ചെയ്ത് ഓരോരുത്തരെ ആയിട്ട് കുട്ടവഞ്ചിയിലേക്ക് കയറ്റുന്നു. അവർ ബാലൻസ്, അതായത് ഓരോരുത്തരുടെ വെയിറ്റ് അനുസരിച്ച് അവർ തന്നെ പറയുന്നതനുസരിച്ച് നമ്മളെ അറേഞ്ച് ചെയ്തിരുത്തുന്നു. മമ്മിയും ഞാനും ഹസ്ബൻഡും കുഞ്ഞുങ്ങളുമാണ് കയറിയത്. പപ്പ കയറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയായി. എവിടെ? വെള്ളത്തിൽ കൂടെ കുട്ടവഞ്ചിയിലൂടെ യാത്ര തുടരുകയായി. അത്യാവശ്യം അരമണിക്കൂറോളം നമ്മളെ അവർ ഇതിലൂടെ വെള്ളത്തിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ആദ്യം ഞങ്ങൾ ഒരു വർഷം മുന്നിൽ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ ഇവർ ഒത്തിരി ചെറുതായിരുന്നു. അത് കാരണം ഇവർക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിവായല്ലോ. കുഞ്ഞുങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. ഫാമിലിയായിട്ട് ഏറ്റവും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് പത്തനംതിട്ട ജില്ലയിലുള്ള കോന്നി ഇക്കോ ടൂറിസം. നമ്മൾക്ക് മുന്നിലായിട്ട് ഓൾറെഡി 2-3 ഫാമിലീസ് ഉണ്ടായിരുന്നു. അവർ നമുക്ക് മുന്നേ പോയിട്ട് അവർ തിരിച്ചു വരുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. മഴ പെയ്തത് കാരണം അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ സേഫാന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ ഇറങ്ങിയത്. ഒത്തിരി വെള്ളം കൂടിയ സമയത്ത് ഇത് നിർത്തി വെച്ചു എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചത്. കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ കൈയിട്ട് അവർ നല്ലപോലെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഭയങ്കര സന്തോഷമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞ് നമുക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ ഇറങ്ങാനും സാധിക്കും കേട്ടോ. അവിടെ കുറച്ച് വെള്ളമേ ഉള്ളൂ, കാൽപാദത്തിൻ്റെ അവിടെ വരെ വെള്ളമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ അവിടെയും നിന്ന് കുറേ നേരം എൻജോയ് ചെയ്ത് വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന് സൈഡിൽ തന്നെയുള്ള ഒരു പാർക്ക്, അവിടേക്ക് ഞങ്ങൾ പോയി. അവിടെ കുറേ നേരം ഒരു 5-10 മിനിറ്റ് ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു കോഫി ഷോപ്പുണ്ട്. അവിടെ പോയി ഒരു ചെറിയ കോഫിയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. തിരിച്ചു വരുന്ന വഴിക്ക് തന്നെ അവർ വേറൊരു സ്പോട്ടും കൂടെ നമുക്ക് പറഞ്ഞു തന്നു. മണ്ണിറ വെള്ളച്ചാട്ടം എന്നാണ് അതറിയപ്പെടുന്നത്. നമുക്കറിയില്ലായിരുന്നു. അവർ പറഞ്ഞു തന്നപ്പോഴാണ് അന്നെങ്കിൽ ശരി അവിടെയും കൂടെ പോയിട്ട് പോകാം എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇവിടെ ഞങ്ങളൊരു 5-10 മിനിറ്റും കൂടെ ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടേക്ക് യാത്രയായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും മണ്ണിറ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ്.
നമ്മൾ ഈ പാർക്കിങ്ങിൽ നിന്ന് മുന്നോട്ടെടുക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ചെറിയൊരു വഴിയുണ്ട്. ആ വഴിയിൽ കൂടെ പോയി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്ന മണ്ണീറ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തും. അവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, പക്ഷെങ്കിൽ നല്ല സൂപ്പർ പ്ലേസ് ആണ് കേട്ടോ. എല്ലാവരും കുട്ടവഞ്ചി വന്നു കഴിയുമ്പോൾ അവിടെയും കൂടെ പോയി വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ നല്ല അടിപൊളി ഒരു സ്പോട്ടും കൂടെയാണ് കേട്ടോ ഈ മണ്ണീറ വെള്ളച്ചാട്ടം. അങ്ങനെ ഞങ്ങൾ അവിടെയും കണ്ടു. കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കിൽ വീട്ടിലേക്ക് തിരിച്ചു വന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.